ഹലോ ഹായ് നമസ്കാരം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ രാജമന്ത്രിയിൽ നിന്ന് നമുക്ക് ലോഡായിട്ടുള്ളത് പോണ്ടിച്ചേരിക്കാണ്. തിരിച്ചും ചെടിയിലൂടെ തന്നെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ടണ്ണിന് 2300 റുപ്യാണ് നമുക്ക് ടണ്ണിന് വരുന്നത്. 23 ടണ്ണ് ഗ്യാരണ്ടിയാണ്. 23 ടണ്ണ് ഗ്യാരണ്ടി എന്ന് പറയുമ്പോൾ 20,000, 21,000, 22,000 ഒക്കെ 23ൻ്റെ വാടക കിട്ടും. ഇനി 23ൻ്റെ മേലൊക്കെ 24, 25ഒക്കെയാണ്. അപ്പോൾ അതിനുള്ള വാടകയും കിട്ടും. അപ്പോൾ അങ്ങനെയാണ് ആയിട്ടുള്ളത് ലോഡ്. അപ്പോൾ നമുക്ക് അതിൻ്റെ വിശേഷം കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഇവിടെയാണ് നമ്മളെ ബ്രിഡ്ജ്. നമ്മൾ തൂക്കിക്കാണ്ട് കുറച്ച് മുന്നിക്കാക്കി നിർത്തിയിട്ടുണ്ട് വണ്ടി. നമ്മൾ പാർട്ടിനെ വെയിറ്റ് ചെയ്യാണ്. നമ്മളതിന് കൂട്ടിയിട്ട് പോകാൻ പാർട്ടി വരും. ഈ വണ്ടികളൊക്കെ അതിന് നിൽക്കണ്ടെന്ന് കേട്ടോ. ഒക്കെ തൂക്കിയിട്ട് നിൽക്കുകയാണ് വണ്ടികൾ. അപ്പം ഇനി പാർട്ടി വന്നാലേ നമുക്ക് സൈറ്റ് എവിടെ നിന്ന് അറിയാൻ കഴിയുള്ളൂ. ഇവിടെയൊക്കെ ഫുള്ള് നഴ്സറികളാണ്, ചെടികളാണ് കേട്ടോ. മറ്റേ നമ്മൾ ഇങ്ങോട്ട് കൂടുന്നത് മരത്തൈയാണ്. ഇവിടെ ഇതാണ് ശരിക്കും ചെടികൾ, പൂച്ചെടികൾ ഒക്കെ അതിൻ്റെ ഒരുപാടുണ്ട്. പാർട്ടി വരട്ടെ. അപ്പോൾ നമ്മൾ പണിക്കാർ വന്നിട്ടുണ്ട് കൂട്ടിയിട്ട് പോകാൻ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പോലെ കൂട്ടിയിട്ട് പോകുന്ന വഴിയിൽ കുറച്ച് ഡീസൽ അടിക്കാൻ വേണ്ടിയിട്ട് കുറച്ചടിച്ച് വെക്കാമായിരുന്നു. കാരണം ഇവിടെ നിന്ന് കൂടുതൽ ഡീസൽ അടിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു 200 ലിറ്റർ ഡീസൽ അടിക്കാൻ. ഇവിടെ 96, 89, 96, 89. നമ്മൾ ഏകദേശം നാട്ടിലത്തെ വില തന്നെ. നാട്ടിലത്തെ വില തന്നെ ഏകദേശം. കേരളത്തിൽ 91 കർണാടകയിൽ. ബാക്കി നമുക്ക് പോണ്ടിച്ചേരി പോയി അടിക്കാം. പോണ്ടിച്ചേരി നമ്മളെ മാഹി റേറ്റാണ്. പോണ്ടിച്ചേരിയുടെ ഭാഗമുള്ള മാഹി. അപ്പോൾ ആ റേറ്റാണ് അവിടെ വരുന്നത്. അവിടുന്ന് ഫുള്ളാക്ക ബാക്കി. അപ്പോൾ നമ്മൾ തോട്ടത്തിലെത്തിയിട്ടുണ്ട്. നമ്മൾ ലോഡിങ് സ്റ്റാർട്ടായിട്ടുണ്ട്. ചെടികൾ കയറ്റുന്നുണ്ട്. ഫുള്ള് ചെടികളാണ്. ചെടിൻ്റെ പാടം തന്നെ അത് പറയാം കേട്ടോ. അങ്ങനെയാണ് നിർമ്മാണം. ചെടി മണ്ണ് നിറച്ച് വെക്കേണ്ട പോലെ. ഫുള്ളായിട്ട് ചെടികളാണ്. പല പല തൈകളും. പേരക്ക, ഇതൊക്കെ എന്താണോ വലിയ തൈകളാ. ഈ ചെടിൻ്റെ ഒക്കെ തല ചുവപ്പ് ഇലയാണ്. ചെറിയതായിട്ട് മഴ ചാറുന്നുണ്ട്. മഴ ചാറ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കണ്ടത് പല വിധത്തിലുള്ള ചെടികളുമുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. ഇത് കണ്ടിട്ട് ഞാവലാണോ തോന്നുന്നുണ്ട്. ആര്യവേപ്പ്. അത് ഒരേ ഐറ്റംസാണോ, ഐറ്റംസ് വേറെ വേറെ ഉണ്ടോയെന്ന് അറിയില്ല. ഏതായാലും ഒക്കെ ഐറ്റം പറയാം. ഈ ചെടിൻ്റെ ഒക്കെ തൂമ്പാണ് കേട്ടോ. ഈ ചുവപ്പ് കളർ അതിങ്ങനെ ഇങ്ങനെ വലിപ്പം വെക്കുന്നതിനനുസരിച്ച് പച്ച ഇലയായിട്ട് മാറും. അങ്ങനെ തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ തൂമ്പ് മാത്രമേ ഇങ്ങനെ കളറുള്ളൂ.
വലിയ തൈകളായതുകൊണ്ട് പിന്നെ പെട്ടെന്ന് ലോഡിങ് ആവും. മറ്റേത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കയറ്റിയ ചെറിയ തൈകളായിരുന്നു. അത് നമ്മളവിടെ അൺലോഡിങ് ചെയ്യുന്നിടത്ത് ഒരു കണക്ക് കൂട്ടിപ്പോൾ ഏകദേശം 42,000 തൈകളുണ്ടായിരുന്നു. അത് അത്രയും ചെറുതല്ലേ, പിന്നെ അത്രയൊന്നും വരലുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു ഐറ്റംസ് കഴിഞ്ഞു. ഇനി വേറെ ഐറ്റംസാണ്, കുറച്ച് ചെറിയ തൈകളാണ്. അതാണ് ഇതൊക്കെ എന്താണാവും. പല ഐറ്റംസ് ഉണ്ട്. ഈ ചെടീൻ്റെ ഒക്കെ തൂമ്പല ചുവപ്പ് ഉണ്ടല്ലേ. అన్న తెలుగేనా హిందీ തെലുങ്ക് സോഡ തോടല്ല, ഹിന്ദി 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 തോട തോട. ഇവർക്ക് ഹിന്ദി അറിയില്ല, ആകെ തെലുങ്ക് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് ഇവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ചില്ലറ ബുദ്ധിമുട്ടൊന്നുമല്ല. തൊടുവൊക്കെ ഇറങ്ങാൻ പറ്റും, അത്രയും ചളിയാണ്. ഈ ഐറ്റംസ് കഴിഞ്ഞു പോകുന്നുണ്ട്. ഈ ഐറ്റംസ് കഴിഞ്ഞോ? വേറെ ഐറ്റംസ് കാക്ക ചെടിയൊക്കെ വാങ്ങണ്ടോ വീട്ടിക്ക്. പെട്ടിയിലെ സ്ഥലമല്ല, പാർസൽ വിട്ടാളി, കൊറിയർ വിട്ടാളി. എരിയുന്ന ഓർഡർ ഇട്ടിരിക്കണം, കുട്ടികൾ ചെടി കൊണ്ടിരുന്ന പറഞ്ഞത് കാട്ടി കൊടുത്തിട്ട്. ഇപ്പം നമ്മളെ ഈ പെട്ടിയിൽ വെക്കാനുള്ള പരിപാടിയാ. ചാവി ഉണ്ടോ നിങ്ങളെ കേസിൽ? ഇപ്പൊ മുന്നിലേക്ക് വെച്ചാളി. എത്ര ഉണ്ട്? മുന്നിലേക്ക് നമുക്ക് ഇവിടുത്തെ കഴിഞ്ഞേക്കണേ. അത് മുന്നിൽ വെച്ചാൽ മുന്നിലേക്ക് ഇപ്പൊ ഇനി എവിടുന്നാണാവോ? അപ്പുറത്തപ്പുറത്തൊക്കെ ഉണ്ടാവും, നോക്കട്ടെ. ഇപ്പൊ ചെടി ഉള്ളിൽ കൂടെ വെച്ചേക്കണം. എത്ര ആക്കത് തൈന്? ഫ്രീ. ഫ്രീ കിട്ടും. ഫ്രീ ആണോ? 100. 100 കൊടുത്ത് തോന്നിട്ട് 100 റുപ്യക്ക് 3 തൈകള്. അപ്പം അതിൻ്റെ തൊട്ട് റോഡ് സൈഡ് നേരെ ഓപ്പോസിറ്റ് അടുത്തത് എന്താ മൊബൈലാണോ? അപ്പോൾ നമ്മളിതാ നടന്നിങ്ങനെ കയറ്റുകയാണ്. നമ്മൾ
വേറൊരു തോട്ടത്തിലെത്തിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് അത്യാവശ്യം വലിയ മരങ്ങളുടെ തൈകളാട്ടോ കണ്ടിട്ട്. അത്യാവശ്യം വലിയ മരങ്ങളാവും. ഇത് നമ്മൾ ചെറുനാരങ്ങൻ്റെ തൈയാണ്. ചെറുനാരങ്ങ. ഇത് സപ്പോട്ട തൈകളാണ്. ചെറിയ ചെറിയ കുഞ്ഞ് തൈകളാണ്. സപ്പോട്ട. എന്തിൻ്റെ ഈ തൈയാണ് കയറുന്നത് ഈ കണ്ടേ അല്ലേ? ഇല കണ്ടിട്ട് തന്നെ റൗണ്ടല്ലേ തന്നെയാണ്. ഇങ്ങനെ കണ്ട ഒരു പാടം മാതിരിണ്ടല്ലേ, നെൽപ്പാടം മാതിരിണ്ട് ഇങ്ങനെ കാണുമ്പോ. എന്താണോ അപ്പൊ നമ്മൾ അടുത്ത തോട്ടത്തിലെത്തിയിട്ടുണ്ട്. ഇവിടെ നല്ല വെറൈറ്റി ചെടികളുണ്ട്. ഇറങ്ങി നോക്കാം. അങ്ങനെ കാണുമ്പോ എന്താ രസം എന്ന് പറയാം. അപ്പം നമുക്ക് ഇറങ്ങി നോക്കാം. ഇതാണ് ആ ചെടികൾ. നല്ല രസമുണ്ട്. വീട്ടിൽ നിന്ന് ഇങ്ങനെ കാണുമ്പോൾ പന്തലിട്ട് നിൽക്കണവരെ. ഇതവിടെ വേറെ ഐറ്റംസ്. എന്തെല്ലാം ചെടികളാണ് ഉണ്ടല്ലേ. ഇതിൻ്റെയൊക്കെ ഇല ഇങ്ങനെ നിൽക്കുന്നത്. സാധാരണ ഇല ഇങ്ങനെ നിൽക്കേണ്ടതാണ്, ഇത് ഇങ്ങനെ നിൽക്കുന്നത്. അതാണ് അതിൻ്റെ മാറ്റം. ഇവിടെയൊക്കെ ഉണ്ട് പല ഐറ്റംസുകളാണ് കേട്ടോ. വലിയൊരു ഓലൊക്കെ ആയിട്ട് നിൽക്കുന്നത് അവിടെ ഒരു ചെടി. അതിൻ്റെ ഉള്ളിൽ നമ്മുടെ മാങ്ങത്തൈകൾ, മൂച്ചി ഒക്കെ ഉണ്ട്. മാവ് ഇനി ബാക്കാക്കണോ? അപ്പോൾ വണ്ടി കുറച്ചും കൂടി ഒന്ന് ബാക്ക് വെച്ചെടുക്കട്ടെ. അപ്പോൾ വണ്ടി കുറച്ച് ബാക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ലൈനുണ്ട്, ഇലക്ട്രിക് ലൈനുണ്ട്. അപ്പോൾ നമ്മൾ കയറ്റുന്ന മരം കുറച്ച് വലുപ്പമുള്ള ജാതിയാണ്. എന്താ ഇത് മോളെ? ആണോ? വലിയ പാണ്ടിലോറ് തിരിയണ മാതിരിയാണ് ലോഡ് കൊടുന്ന് തിരിയണത്. അത്യാവശ്യം നല്ല ആയിട്ടുള്ള മരം ഇതാണ് കേട്ടോ. മുളം മാതിരി ഐറ്റംസാണ്. മുളങ്കാട്. എങ്ങനെ ഇതിൻ്റെ മുകളിൽ കൂടെ ഒക്കെ പായിടില്ലെന്നാവും. ഒന്നും കൊണ്ടുവരണ്ട പയ്യെ.
വേറെ എന്തോ ഒരു കളർ ഇങ്ങനെ കാണുന്നു. അതെന്താണ് മരം നോക്കാം. ഇതൊക്കെ പിന്നെ നീളത്തിൽ പോണ മരം, ഇങ്ങനെ ഹൈറ്റിൽ പോണം. ഇതുപോലെ ചെടി മുള്ളൊക്കെ ഉണ്ട് ഇതിമ്മ. അത് കാണാൻ നല്ല രസമുണ്ട്, പക്ഷെ ഇതിമ്മ അടുക്കാൻ പറ്റില്ല. ഫുള്ള് മുൾച്ചെടിയാണ് കേട്ടോ. എന്താ മുള്ള്. മരത്തിൽ കയറാനും മറ്റൊന്നും കഴിയില്ല, അങ്ങനെ മുള്ളാണ്. അതെന്താ മരം നന്നാണ്, ചെറിയ കായ്കളൊക്കെ കാണാണ്ട്. നമ്മളെ ഈ സീതപ്പഴന്മാരൊക്കെ തെങ്ങൊക്കെ ഉണ്ടോന്നാണ്. അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളായി നമ്മളിങ്ങനെ നടക്കണം. കുറേശ്ശെ ഇങ്ങനെ കയറ്റുകയാണ്. വണ്ടി ഓഫാക്കാൻ ഇറങ്ങാനും സമയമില്ല. അപ്പോൾ ഇതിന് പോവുക എന്ന് പറയും അടുത്ത സ്ഥലത്തേക്ക്. അതല്ല അവിടെ ചെടി നടന്നു. പൈപ്പ് PVC പൈപ്പ് കൊണ്ടേ മണ്ണിൻ്റെ തോളിട്ടിട്ട് അതിലിങ്ങനെ അവിടെ അപ്പുറത്ത് ചേച്ചി നാടുണ്ട്. നാടുള്ള ചെടി അവിടെ റെഡിയാക്കുന്നുണ്ട്. വെള്ളത്തിൽ ഇങ്ങോട്ട് മുക്കി വെച്ച് കാണിച്ചെടി വെള്ളം ചേർന്നിട്ടില്ല. പല വിധമുണ്ട് ചെടി. ഈ നടുന്ന ചെടിയാണ് അപ്പുറത്ത്. അതാ അങ്ങനെ കിളർത്ത് നിൽക്കുന്നുണ്ട് പൂക്കളൊക്കെ ആയിട്ട്. ഇത് വേറൊരു ഐറ്റം, മുള മാതിരി. ഈ ഐറ്റമാണ്. ഇതാണതൊക്കെ ചെടി. അവിടെ കാണാത്ത ഓരോ ചെടികളാണ്. ഇതാണ് കയറ്റണത്. ഇവിടെ ഫുള്ള് തന്നെ ഉള്ളു. എന്നാ പോവുക. അപ്പൊ അടുത്ത സൈറ്റിൽ പോട്ടെ. പൊന്തി നിന്നിട്ട് കയറി കെട്ടി താത്ത. ലാഗ പഠിച്ചു വലിക്കുവെന്നാണ്. ലാഗാണ് ലാഗേ. വലിച്ചു നോക്കട്ടെ. ഇതൊക്കെ അവിടെ ചെല്ലുമ്പോഴും ശരിക്കും നീർന്ന് നിൽക്കും. కాదు అండి ఈ చేతిలో ఏంటి బ్యాంబు అది వంగుద్ది ఇక్కడ అనవసరం. നമ്മളെ ലോഡിങ് നടന്നുകൊണ്ട് നിൽക്കുകയാണ്. ഏകദേശം പകുതിയിലധികം ആയിട്ടുണ്ട്. വണ്ടിയിൽ കണ്ടാൽ പറയില്ല പകുതിയിലധികം ആയെന്നല്ല. ചെടികളൊക്കെ മുന്നേക്ക് ചെരിച്ചിങ്ങനെ വെക്കണോണ്ട് കണ്ടില്ലേ. ഇവിടെ ഒരു കിളിപ്പച്ച, അവിടെ പച്ച, ഇവിടെ ഒരു കിളിമഞ്ഞ. തെങ്ങ് തൈകളൊക്കെ ഉണ്ട്. തെങ്ങ്, ഇത് നമ്മളെ മാവ്, മൂച്ചി. അപ്പം
അതിൻ്റെ അപ്പുറത്തുള്ള തൈകളാണ് നമ്മൾ കയറ്റണത്. എന്താണ് തൈകളെന്ന് അറിയില്ല, ഇതിൻ്റെ തൈകളാണ് അവ. ഇതൊക്കെ എന്തൊക്കെയോ വലിയ മരങ്ങളാകുന്ന സംഭവമാണ്. അതും ചെടിയല്ല, അത് ഇതൊക്കെ നമ്മൾ ചെടി ഐറ്റംസിൽ ഉപയോഗിക്കും. അത് തന്നെ വലിയ മരങ്ങളാണ് ഇത്. ചെറിയൊരു വഴി തടസ്സം, ട്രാക്ടർ വേസ്റ്റ് തട്ടതാ, ചെരിഞ്ഞു പോയി. അപ്പോൾ JCB വന്നിട്ടുണ്ട്. എന്താ JCB ചെയ്യണം? പൊന്തിച്ചു കൊടുക്കാറില്ല ബാക്ക് ഭാഗം, അല്ല മണ്ണ് തട്ട വേസ്റ്റ്. അടക്കണം. അപ്പോൾ പൊന്തു. അങ്ങനെ തന്നെ പോന്നു. അങ്ങനെ തട്ടേണ്ട തട്ടിയപ്പോഴേ പൊട്ടെ 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 അത്ര ഉള്ളൂ. ഇനി ഒക്കെ ഇറക്കണ്ട. പൊട്ടാണ്ട്. അപ്പോൾ അത് പോയി. അപ്പം നമുക്ക് പോകാം. അപ്പോൾ അടുത്തൊരു തോട്ടത്തിൽ എത്തിയതാണ്. ഫുള്ള് ഓഫ് റോഡാണ്. മഴ പെയ്തിട്ട് ഇവിടെ വന്നുകൊണ്ട് നമ്മൾ ചിത്രം വരച്ചിട്ടാണ് തിരിച്ചു കേട്ടോ. അതല്ലേ ചിത്രം വരച്ചു ഇവിടെ നിന്ന് കണ്ട്. റിവേഴ്സ്, ഫ്രണ്ട് റിവേഴ്സ്, ഫ്രണ്ട് റിവേഴ്സ് തന്നെ. എന്നിട്ടാണ് അങ്ങോട്ട് തിരിച്ചെടുത്തത്. വണ്ടി ഒഴിഞ്ഞ് പോവാണ്, ചളിയായതാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ കൃഷികൾ, നല്ല പനന്തമാർ. ഇത് വേറെ മോഡൽ, നമ്മുടെ നെല്ലിക്കോല് മാതിരി മുള. നമ്മളെ റെസ്റ്റോറൻറ്റിലൊക്കെ ഉണ്ടാകുന്ന മുള, അതൊക്കെ നമ്മളിവിടെ. ഇതാണ് വേറെ ഐറ്റംസ്. മഴ പെയ്തുകൊണ്ട് ഇന്നലെ നല്ല മഴയാണ്, അതുകൊണ്ട് വണ്ടി ഇങ്ങനെ വഴുക്കി പോകണം. ഫ്രണ്ട് വീല് ഒടിച്ചോടുത്തല്ല, ഞാൻ ഇറങ്ങിപ്പോകും. അപ്പം 5:30 കഴിഞ്ഞ് ഇരുട്ടായി തുടങ്ങി. ഇതാണ് കേട്ടോ വലിയൊരു വാഴ. എൻ്റെ ഐറ്റം ഉണ്ട്. ഇത് കണ്ടിട്ട് ഈ റെസ്റ്റോറൻറ്റിലൊക്കെ ഷോക്ക് വെക്കണ ചെടികളാണ് ഫുള്ള് കയറ്റിയിട്ടുള്ളത്. നല്ല വെയിറ്റോ. അല്ല, ഇത് നഴ്സറിക്ക് വെച്ചാൽ പോകില്ല. ഇത് വലിയ ഓർഡറിൽ ഉണ്ടാവും. അപ്പം നമ്മൾ ലോഡിംഗ് ഒക്കെ കഴിഞ്ഞ് പിന്നെ പായൊക്കെ ഇട്ട് ഞങ്ങൾ തൂക്കലൊക്കെ കഴിഞ്ഞു. നമുക്ക് 23 ടൺ തന്നെ ഉള്ളൂ. ചെടിയും മണ്ണും അതിൻ്റെ ഇതൊക്കെ കൂടി കണ്ടാലേ 25-ന് മേലെ പോകുന്ന കാര്യം. 25 ടണ്ണുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ ചെന്നൈയിൽ നിന്ന് പോണ്ടിച്ചേരി. അപ്പോൾ നമ്മൾ രാവിലെ ഡീസലടിച്ച പമ്പാണ്. അപ്പോൾ നമുക്ക് യാത്ര അങ്ങനെ തുടരാം. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് യാത്രയിൽ കാണാം.